നമ്മുടെ ഇതിലെ നായിക അവളുടെ അതേ കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനെ വൺ സൈഡായിട്ട് ലവ് ചെയ്യും. അവനെ അവൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പലതവണ ഇഷ്ടം പറയാനായിട്ട് പോയി എങ്കിലും ധൈര്യം വരാതെ അവനോട് ഒന്നും പറയാതെ അവൾ മടങ്ങി. അങ്ങനെ ഒരു ദിവസം അവൻ വരച്ച ഒരു ഡ്രോയിങ് കോളേജിൽ ആകെ ചർച്ചയായി. പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ഇവനോട് ഒരു ക്രഷ് തന്നെ തോന്നി. ഇത് ഇഷ്ടപ്പെടാത്ത നമ്മുടെ നായിക അവൻ വരച്ച ഡ്രോയിങ് താൻ മാത്രം കണ്ടാൽ മതി എന്ന് വെച്ച് അവളുടെ വീട്ടിൽ കൊണ്ടുവച്ചു. ശേഷം അവൾ ഏത് സമയവും അവനെയും ഓർത്ത് ആ ഒരു ഡ്രോയിങ്സിൽ നോക്കിയിരിക്കും. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അവൾ അവനോട് ഇഷ്ടം പറയാനായിട്ട് ഓരോ വഴികൾ ആലോചിച്ചു. അങ്ങനെ അവൾക്കൊരു ഐഡിയ തോന്നുകയാണ്. അവൻ വരച്ച ഡ്രോയിങ് തൻ്റെ കയ്യിലുണ്ടല്ലോ, അതുകൊടുത്ത് അവനെ പ്രപ്പോസ് ചെയ്യാമെന്ന് നമ്മുടെ നായിക തീരുമാനിക്കും. അങ്ങനെ പിറ്റേ ദിവസം ആ ഡ്രോയിങ്സും എടുത്തുകൊണ്ട് കോളേജിലൊക്കെ തന്നെ അവനെ അന്വേഷിച്ച് നടക്കുന്നു. എങ്കിലും അവനെ അവിടെ ഒന്നും കാണുന്നില്ല. അവൾ അങ്ങനെ അവൻ്റെ ക്ലാസ്സിലെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് അന്വേഷിക്കും. ആ ഫ്രണ്ട് പറഞ്ഞൊരു കാര്യം കേട്ട് അവൾ ആകെ സാഡാകും. കാരണം എന്താണെന്ന് വെച്ചാൽ അവനൊരു ജോലി കിട്ടി. അതുകൊണ്ട് ഈ കോളേജിൽ നിന്ന് അവൻ TC വാങ്ങിപ്പോയി. ഇത് കേട്ടതോടെ നായിക വളരെ സാഡായി. തന്നെ ഓരോ ദിവസവും തന്നെ തള്ളി നീക്കുകയാണ്. തൻ്റെ ഇഷ്ടം അത് അവനോടൊന്ന് പറയാൻ പോലും സാധിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ കുറച്ച് വർഷത്തിന് ശേഷം നായികയുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് മുംബൈയിൽ ജോലി കിട്ടി. അവൾ അവിടേക്കും പോയി. അവൾ അങ്ങനെ ലിഫ്റ്റിൽ നിൽക്കുന്ന സമയം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ നായികനെ അവൾ കാണും. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അവിടെ നിന്ന് പോകാനായി പോകും. ആ സമയം അവൻ അവളെ വിളിക്കുകയും എന്നെ മനസ്സിലായോ, നമ്മൾ ഒരുമിച്ച് ഒരേ കോളേജിൽ പഠിച്ചതാണ് എന്നൊക്കെ തന്നെ പറയും. ഒരു നിമിഷം സ്റ്റക്കായി പോയ അവൾ ഒന്നും പറയാതെ അവിടെ നിന്നും പോകും. അവൾ താമസിക്കുന്ന അതേ അപ്പാർട്ട്മെന്റിന്റെ തൊട്ട് ഓപ്പോസിറ്റാണ് അവനും താമസിക്കുന്നത്. അവരങ്ങനെ പതിയെ പതിയെ കൂട്ടാവുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഒരു ദിവസം അവൾ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് അപ്പാർട്ട്മെന്റിൽ എത്തുമ്പോൾ വാതിക്കൽ ഒരു ഗിഫ്റ്റ് അവൾ കാണും. അത് ഓപ്പൺ ആക്കുമ്പോൾ അവളുടെ തന്നെ ഫോട്ടോയാണ്, ഒപ്പം ഒരു കത്തുമുണ്ട്. അത് നായകൻ അവൾക്ക് വേണ്ടി സമ്മാനിച്ചതായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോഴേ എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു, പക്ഷേ എനിക്ക് നിന്റെ അടുത്ത് വന്ന് ഇഷ്ടം പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എൻ്റെ ഇഷ്ടം നിന്നോട് തുറന്നു പറയുകയാണ് എന്നുമാണ് ആ കത്തിലുള്ളത്. ഇത് കണ്ട് അവൾ ആകെ ഹാപ്പിയാകും. അവരങ്ങനെ പ്രണയിക്കാനും തുടങ്ങുകയാണ്. എന്നാൽ ആ സന്തോഷം അധികനാൾ ഉണ്ടായില്ല. അവർ ഒരുമിച്ച് പോയപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി അവൻ മരണപ്പെട്ടു. ഇതവൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. അവനില്ലാത്ത ഈ ഒരു ലോകത്ത് തനിക്കും ഇനി ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നി അവൾ മരണത്തെ തേടി പോകുന്നു.